നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ ഈ സീസണിലെ അവസാനത്തെ ഇൻ്റർനാഷണൽ ബ്രേക്കും കഴിഞ്ഞു. ഇനി ഈ സീസണിൽ ഇൻ്റർനാഷണൽ ബ്രേക്കുകളില്ല. ജൂൺ മാസത്തിൽ മാത്രമേ ഇനി അന്താരാഷ്ട്ര മത്സരങ്ങളുള്ളൂ. അതായത് ക്ലബ്ബ് സീസൺ കഴിഞ്ഞിട്ട് എല്ലാ രാജ്യത്തെയും ലീഗ് മത്സരങ്ങൾ കഴിഞ്ഞിട്ട് ഇനി ജൂൺ മാസത്തിൻ്റെ തുടക്കത്തിൽ അന്താരാഷ്ട്ര മത്സരങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ട് ക്ലബ്ബ് വേൾഡ് കപ്പ് വീണ്ടും വരും. ഏതായാലും ഇപ്പോൾ ഈ സീസണിൽ 2024-25 സീസണിലെ അവസാന അന്താരാഷ്ട്ര മത്സരവും കഴിയുമ്പോൾ ആരാണ് ഏറ്റവും അധികം മിന്നിത്തിളങ്ങിയത്? ഈ മാർച്ച് മാസത്തിലെ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ മിന്നിക്കത്തി കളിച്ച് എല്ലാവരുടെയും ശ്രദ്ധയാകർഷിച്ച ടീം അത് അർജൻറ്റീന തന്നെയാണ്, ഒരു സംശയവും വേണ്ട. കോൺബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അവർ കളിച്ച 2 കളികളും വിജയിച്ചു. രണ്ടാമത്തെ കളി ചിരവൈരികളായ ബ്രസീലുമായിട്ടായിരുന്നു. ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും അധികം വേൾഡ് കപ്പുകൾ നേടിയ ബ്രസീലും നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജൻറ്റീനയും തമ്മിലുള്ള കളി, അതിനുള്ള പ്രാധാന്യം ലോകത്ത് മറ്റൊരു കളിക്കും ലഭിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനി മറ്റ് രാജ്യങ്ങളുടെ ആരാധകർ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് ഏറ്റവും മികച്ച ടീം ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ടീമാണ്. നിലവിലെ ചാമ്പ്യന്മാർ ലാറ്റിൻ അമേരിക്കക്കാരാണ്, അത് അർജൻറ്റീനയാണ്. സോ അവരുടെ കളിക്ക് പ്രാധാന്യം കൂടുക തന്നെ ചെയ്യും. എന്തായാലും അർജൻറ്റീന തന്നെയാണ് ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിൽ മിന്നിക്കത്തിയ ടീം. അതേസമയം യുവേഫ നേഷൻസ് ലീഗിൽ പൊളിച്ചടുക്കിയ ടീമുകളുണ്ട്. നേഷൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇപ്പോൾ സെറ്റായി കഴിഞ്ഞു എന്നർത്ഥം. ഏതായാലും ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളാണ് ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ നടന്നിരുന്നത്. അതിൽ ആദ്യപാദ മത്സരവും രണ്ടാം പാദ മത്സരവും ഇതേ സമയത്ത് തന്നെയാണ്, ഒരുമിച്ചാണ് നടന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക. ആദ്യപാദം ക്വാർട്ടർ ഫൈനൽ ആദ്യപാദത്തിൽ നെതർലൻഡ്സും സ്പെയിനും 2-2 സമനിലയായിരുന്നെങ്കിൽ രണ്ടാം പാദത്തിൽ അവർ തമ്മിലുള്ള കളി തീരുമാനമായതും സമനിലയ്ക്ക് ശേഷം പെനാൽറ്റി ഷൂട്ടൗട്ടിലായിരുന്നു. സ്പെയിൻ മുന്നോട്ട് കടന്നു എന്ന് പറയുമ്പോൾ അത് നെതർലൻഡ്സിനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വീഴ്ത്തിക്കൊണ്ടാണ്. അതേസമയം ജർമ്മനി ഇറ്റലി മത്സരം രണ്ടാം പാദത്തിൽ സമനിലയായിരുന്നെങ്കിൽ ആദ്യ പാദത്തിലെ വിജയം വെച്ച് അഗ്രിഗേറ്റ് 5-4 ജർമ്മനി മുന്നോട്ടേക്ക് കടന്നുപോയി. പോർച്ചുഗൽ ഡെൻമാർക്ക് മത്സരം ആദ്യ പാദത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് ഡെൻമാർക്കാണ് വിജയിച്ചതെങ്കിൽ രണ്ടാം പാദം 5-2 വിജയിച്ച് അഗ്രിഗേറ്റ് 5-3 വിജയവുമായിട്ട് പോർച്ചുഗൽ മുന്നോട്ട് പോയി. അതേസമയം ഫ്രാൻസ് വേഴ്സസ് ക്രൊയേഷ്യ മത്സരം ആദ്യ പാദത്തിൽ ക്രൊയേഷ്യ 2-0 വിജയിക്കുകയും രണ്ടാം പാദത്തിൽ ഫ്രാൻസ് 2-0 വിജയിക്കുകയും ചെയ്തതുകൊണ്ട് 5-4 പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് പിന്നെ അത് വിധി എഴുതിയത് ഫ്രാൻസ് മുന്നോട്ടേക്ക് പോയത്. സോ ഒരു കിടിലൻ മത്സരങ്ങൾ ഒരുമിച്ച് കണ്ട ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് കൂടിയാണ് കടന്നുപോയിരിക്കുന്നത്. അവിടെ ആര് തലയെടുപ്പോടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഇനിയും കണ്ടറിയേണ്ട കാര്യമാണ്. ഫൈനലിന് ശേഷം മാത്രമേ അവിടെ പറയാൻ പറ്റുകയുള്ളൂ. കാലിടറുകയും സമനിലയാവുകയും തിരിച്ചു വരികയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് ഓരോ ടീമും മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ സെമി ഫൈനൽ എന്ന് പറയുമ്പോൾ ജൂൺ 5 പുലർച്ചെ ഇന്ത്യൻ സമയം 12:15 ജർമ്മനി പോർച്ചുഗലുമായിട്ട് കളിക്കുന്നു. കളി നടക്കുന്നത് ജർമ്മനിയിലാണ്. അതേസമയം സ്പെയിൻ വേഴ്സസ് ഫ്രാൻസാണ് മറ്റൊരു സെമി ഫൈനൽ മത്സരം. ജൂൺ 6 പുലർച്ചെ ഇന്ത്യൻ സമയം 12:15 ആ കളി നടക്കുക. ഫൈനൽ മത്സരം ജൂൺ 9 ഏതായാലും വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോരാട്ടങ്ങളാണ് ഇപ്പോൾ യുവേഫയിൽ നടന്നിരിക്കുന്നത്. അവിടെ ബാക്കി ടീമുകളൊക്കെ വേൾഡ് കപ്പ് ക്വാളിഫയറാണ് കളിച്ചത്. ഏതായാലും ഇനി ഈ യുവേഫ നേഷൻസ് ലീഗ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിൻ്റെ സെമി ഫൈനലിലൊക്കെ എത്തിയിരിക്കുന്ന ടീമുകൾ വേൾഡ് കപ്പ് ക്വാളിഫയറിലേക്ക് പോവുകയുള്ളൂ. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോരാട്ടങ്ങൾ ജൂണിലും വരുന്നു എന്നർത്ഥം. അതേസമയം കോൺബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അർജൻറ്റീന പൊളിച്ചടുക്കി അവർ തന്നെ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. അവർ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ ഉറപ്പാക്കുകയും ചെയ്തു. 14 കളികളിൽ നിന്ന് 10 വിജയം, 1 സമനില, 3 തോൽവി, 31 പോയിൻറ്റോടെ അവർ 1ാം സ്ഥാനത്ത് വരുമ്പോൾ ഇക്കഡോർ 14 കളികളിൽ നിന്ന് 23 പോയിൻറ്റോടെ രണ്ടാമത് നിൽക്കുന്നു. ഉറുഗ്വായ്ക്ക് 21 പോയിൻറ്റ്, ബ്രസീലിന് 21 പോയിൻറ്റ്, പരാഗ്വയ്ക്ക് 21 പോയിൻറ്റ്. ഗോൾ ഡിഫറൻസിൻ്റെ വ്യത്യാസത്തിൽ ഉറുഗ്വായ് 3, ബ്രസീൽ 4, പരാഗ്വ 5 നിൽക്കുമ്പോൾ 6ാം സ്ഥാനത്തുള്ള കൊളംബിയക്കും നല്ല വ്യത്യാസമില്ലാതെ തന്നെ പോയിൻറ്റുകളുണ്ട്. 20 പോയിൻറ്റ് അവർക്കുണ്ട്. സോ അവിടെ ആദ്യ 6 സ്ഥാനം പിടിക്കാനുള്ള പോരാട്ടങ്ങൾ കനക്കും എന്നർത്ഥം. 7ാം സ്ഥാനത്തുള്ള ടീമിന് ഇൻ്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫ് കളിക്കാം. ആദ്യ 6 സ്ഥാനത്തുള്ളവർക്ക് നേരിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യാം. എന്തായാലും ഒരു സംശയവും വേണ്ട, ഒന്നാമത് ഇപ്പോഴും അർജൻറ്റീന തന്നെയാണ്. അത് ലാറ്റിൻ അമേരിക്കയിൽ മാത്രമാക്കണ്ട, ലോക ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാർ, വേൾഡ് ചാമ്പ്യന്മാർ അവരാണല്ലോ. ഫിഫ വേൾഡ് റാങ്കിങ്ങിലും 1ാമത് അവരല്ലേ. സോ അടക്കി ഭരിക്കുകയാണ് അർജൻറ്റീന, അത് സമ്മതിച്ചേ പറ്റൂ. ഇനി നമുക്ക് കാത്തിരിക്കാം ഫിഫ വേൾഡ് റാങ്കിങ്ങിൻ്റെ അടുത്ത അപ്ഡേറ്റിന് വേണ്ടി. 2-3 ദിവസങ്ങൾക്കകം അത് പ്രസിദ്ധീകരിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.